வெண்மணியிலே நெருப்பிலே இருந்து நெய்யப்பட்ட செங்கொடி இப்பொழுது நம்முடைய கட்சியின் மத்திய குழு உறுப்பினர் தோழர் வாசுகி தலைமையிலான குழு அந்த கொடியை எடுத்து வந்திருக்கிறார்கள். அவர்கள் அந்த கொடியை இப்பொழுது நம்முடைய கட்சியின் மூத்த தலைவர் அன்பு தோழர் AK பத்மநாபன் அவர்களிடம் வழங்குவார்கள். The red flag from taken from the great Kira Venmani village. പതാക ഉയർത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്കൊപ്പം ചേരുകയാണ് മധുരയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ ഇപ്പോൾ? SKN പതാക ഉയർത്താനായി മുതിർന്ന നേതാവ് ബിമൻ ബസു ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. ഇപ്പോൾ പതാക ഈ കൊടിമരത്തിൻ്റെ കയറിൽ ഉറപ്പിക്കുന്ന എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീരവെൺമണി രക്തസാക്ഷികളുടെ പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന പതാകയാണ് ഇവിടെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഉയർത്തുന്നത്. തമിഴ്നാട്ടിലെ ഐതിഹാസികമായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് വീരവെൺമണി രക്തസാക്ഷികൾ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവരുടെ സ്മരണകൾ ഉറങ്ങുന്ന സ്ഥലത്തു നിന്നാണ് ഈ പതാക കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ മധുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഏറെ ആവേശം പകരുന്നതാണ്. ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കാൻ പോകുന്നു. പതാക ഉയർത്താൻ പോവുകയാണ്. മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് ഈ പതാക ഉയർത്തുന്നത്. എന്തായാലും പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ വലിയ ആൾക്കൂട്ടവും ആരവുമുണ്ട്. തമിഴ്നാട്ടിലെ പാരമ്പര്യ കലകളുടെ അരങ്ങേറ്റവും ഇതിനു മുമ്പ് ഈ പതാക ഉയർത്തൽ ചടങ്ങിന് മുമ്പ് ഇവിടെ പ്രധാന വേദിയിൽ അരങ്ങേറിയിരുന്നു. അതിനുശേഷം ഈ പതാക ഉയർത്തലും ദീപശിഖ ജ്വലിപ്പിക്കലും ഒപ്പം തന്നെ രക്തസാക്ഷി മണ്ഡപത്തിലെ ആദരാഞ്ജലികൾ അർപ്പിക്കലും കഴിഞ്ഞ ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. മറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളും വേദിയിലുണ്ടാകും. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസിഡിയമാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നിയന്ത്രിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രമേയം, ക്രെഡൻഷ്യൽ, മിനിറ്റ്സ് കമ്മിറ്റികളും ഉണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ എല്ലാം ഇന്നലെ തന്നെ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. പതാക ഉയർത്തൽ ഏതാനും നിമിഷങ്ങൾക്കകം അപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യം ആണ് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. ബംഗാളിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ബിമൻ ബോസാണ് പതാക ഉയർത്താൻ പോകുന്നത്. അദ്ദേഹം ഈ പതാക കൊടിമരം ഉറപ്പിച്ചിരിക്കുന്ന പോഡിയത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരും. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ പതാക അല്പനിമിഷങ്ങൾക്കകം ബിമൻ ബസു മധുരയിൽ ഉയർത്തും. സമ്മന്നതരായ പാർട്ടി സഖാക്കളെയും നേതാക്കന്മാരെയും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN പതാക ഉയർത്തൽ ചടങ്ങിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ ഉയർത്തേണ്ട പതാക അത് ഏറ്റുവാങ്ങൽ ചടങ്ങ് ഏതാനും നിമിഷം മുമ്പാണ് ഇവിടെ പൂർത്തിയായത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വെൺമണി രക്തസാക്ഷികളുടെ മണ്ഡപത്തിൽ നിന്നുള്ള ഈ പതാക വസുകയുടെ നേതൃത്വത്തിലാണ് റെഡ് വോളണ്ടിയർമാർ മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിച്ചത്. അവിടെ നിന്നും മുതിർന്ന നേതാവ് AK പത്മനാഭൻ ഏറ്റുവാങ്ങിയ പതാക ഇപ്പോൾ ഈ പതാക ഉയർത്തുന്നതിനായി ഇപ്പോൾ ഈ കൊടിമരത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. മുതിർന്ന നേതാവ് ബിമൻ ബോസിനാണ് ഈ പതാക ഉയർത്തൽ ദൗത്യം ഈ 24-ാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് ഈ ഒരു സന്ദർഭത്തെ കാണുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ
ഈ നേതൃനിരയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ പാർട്ടി കോൺഗ്രസ് ഏറെ നിർണായകവുമാണ്. പ്രായപരിധി പാർട്ടി തന്നെ ഏർപ്പെടുത്തിയ പ്രായപരിധി പൂർത്തിയാക്കുന്ന നേതാക്കൾ അവർക്ക് ഇത്തവണ ഇളവുണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം ഈ പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിലാണ് മറുപടി പറയേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വൈകാരികമായ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിരവധി പാർട്ടി കോൺഗ്രസുകൾക്ക് സാക്ഷ്യം വഹിച്ച നേതൃത്വം വഹിച്ച നേതാക്കൾ ഈ പാർട്ടി കോൺഗ്രസിൽ പടിയിറങ്ങുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതിൽ ചില നേതാക്കൾക്ക് ഇളവ് ഉണ്ടായേക്കുമെന്ന ചർച്ചകളുണ്ട്. ഈ ചർച്ചകളെല്ലാം തീരുമാനമാകേണ്ടതുണ്ട്. എന്തായാലും അതിൽ പതാക ഉയർത്തൽ എന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ ഏതാനും പാർട്ടി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ അംഗങ്ങൾ ഇവിടെ കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്ത് ഉടൻ പതാക ഉയർത്തും. വിമൻ ബസുവാണ് പതാക ഉയർത്തുക. പ്രകാശ് കാരാട്ട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ മൈക്ക് പിണങ്ങുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഈ പതാക ഉയർത്തുന്നത് വിമൻ ബസു പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കും.